ഇതാണ് അപ്പത്തിൻ്റെ മാവ്. ഇതെന്താ ഈ അപ്പത്തിൻ്റെ മാവിൽ ഇത്ര കാണിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഹോട്ടലിൽ പോയാൽ കഴിക്കാൻ ഇഷ്ടമുള്ള, നാട്ടിലെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും പറയും അപ്പമാണ്. പഞ്ഞി പോലത്തെ അപ്പം എന്ത് രസമാണെന്നറിയോ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ. കറി ഒന്നും ഇല്ലെങ്കിലും ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. ഇത് എന്ത് ടെക്നിക്കാണാവോ ഇവർ ഈ കാണിക്കുന്നത്? എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് വീട്ടിലിതുപോലെ വരുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ നിറയെ തേങ്ങ ഇട്ടു, പിന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, തേങ്ങവെള്ളം ഒഴിച്ചു, ഇളനീരൊഴിച്ചു, ഇങ്ങനെ പറയുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ, അതായത് ഈ ഹോട്ടലിലെ പോലെ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹോട്ടലിൽ ഇത്രയും തേങ്ങയ്ക്ക് വില പിടിച്ച് ഈ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയിരിക്കുന്ന സമയത്ത് തേങ്ങയൊക്കെ നിറയെ അരച്ചിട്ടായിരിക്കും അവർ അപ്പം ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും അല്ല. നമുക്ക് അപ്പത്തിനുള്ള അരി, അതായത് പച്ചരിയോ സോനാ മസൂരിയോ, ഇപ്പോൾ ഏത് അരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു അരി എടുത്ത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനിടുക. ഇതേ സമയം തന്നെ നമുക്ക് ഈ സെയിം അരി വെച്ച് കുറച്ച് ചോറ് ഉണ്ടാക്കിയെടുക്കണം. കുറച്ചൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ ഒരു 2 വിസിൽ വെച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. പച്ചരിയല്ലേ, അപ്പോൾ അത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. 4 ഗ്ലാസ് അരിക്ക് ഒരു 2 കപ്പ് 2 ഗ്ലാസ് ചോറും കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കണം. ഇത്രയും മതി. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇനി വേണ്ടത് അടുത്തതായിട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ചോറും അരിയും മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനകത്ത് തേങ്ങ വെള്ളമില്ല, കരിക്കിൻ്റെ വെള്ളമില്ല, അല്ലെങ്കിൽ ഇളനീര് ചേർക്കുന്നില്ല, പിന്നെ വേറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ 2 ഐറ്റം മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പോലെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ സാധാരണ ഈസ്റ്റ് നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്തതിന് ശേഷം ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കിന്ന് ഈസ്റ്റ് ഇതിൻ്റെ ഒപ്പം തന്നെ അരക്കുകയാണ്. വളരെ തിന്നായിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ കുഞ്ഞായിട്ടുള്ള ഈസ്റ്റാട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. വലിയ ഈസ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആയതുകൊണ്ട് ഒരു 1/4 സ്പൂൺ ഈസ്റ്റ് കൂടെ ഇതിനൊപ്പം ചേർത്ത് കൊടുത്ത് ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അരി, ചോറ്, ഈസ്റ്റ് ഇത്രയും മാത്രം മതി. ഇതൊന്നും നന്നായിട്ടായിരിക്കണം. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് മുമ്പായിട്ട് ഒരു 1/4 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്നറിയില്ല, അപ്പത്തിന് ചെറിയൊരു പഞ്ചസാരയുടെ ആ ഒരു ഫ്ലേവർ നമ്മൾ ചേർക്കാറുണ്ട്. കൂടാതെ ഈസ്റ്റ് ഡബിൾ ആവാനും നല്ലതാണ്. ഇതിങ്ങനെ പെട്ടെന്ന് കൂടുകയും ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സോഫ്റ്റ് ആയിട്ട്, അതായത് വളരെ ഇതായിട്ട് തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് വേണം ഇത് അരച്ചെടുക്കേണ്ടത്. അരച്ചതിന് ശേഷം ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് അരച്ചെടുക്കാം. അരച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഇതിനെ അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പോൾ 8 മണിക്കൂർ പിന്നെ, അതായത് നമുക്കിത് രാത്രി അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലേക്ക് എടുക്കുക. ആ ഒരു പാകത്തിന് കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഇത് അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെക്കുമ്പോൾ മാത്രമേ ഇത് കറക്റ്റായിട്ട് പൊങ്ങി അതിൻ്റെ ഒരു പാകത്തിനായി വരുള്ളൂ. ഇതിൽ നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ, സോപ്പ് പത പോലെ പതഞ്ഞ് വരുന്നാൽ മാത്രമേ അപ്പത്തിന് ആ ഒരു ഭംഗി വരുള്ളൂ, ആ ഒരു സോഫ്റ്റ്നെസ് വരുള്ളൂ. ഈ ഒരു സെയിം പരസ്യം നമ്മൾ കുറേ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അതേ സംഭവം തന്നെ ഇന്നലെ രാത്രി അരച്ച് വെച്ച് രാവിലെ നമുക്ക് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച രസമാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ പുറകിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ മാവ് വന്നിട്ടുണ്ടാവും ഇതുപോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിനകത്തോട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ അരികൊക്കെ ഒന്നിങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്ത് പിന്നെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം മാവ് ഈ ഒരു രൂപത്തിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് മാത്രമേ, അതായത് രാവിലെ മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ. ഇങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ തലേദിവസം ഉപ്പ് ചേർത്തെന്ന് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും രാവിലെ ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിനെ ഇളക്കി യോജിപ്പിച്ച് ഒരു 15 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കുക. ഈ 15 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പോലത്തെ ഈ സോപ്പ് പത പോലെ പതിഞ്ഞ് പൊങ്ങുമെന്നൊക്കെ പറയില്ലേ, ആ ഒരു അപ്പത്തിൻ്റെ മാവിൻ്റെ പാകം ആയി കിട്ടുന്നത് ആ ഒരു സമയത്താണ്. അപ്പം നന്നായി കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റൂടെ ഈ സംഭവം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ എന്തായി വരുമെന്ന് നോക്കാം. അങ്ങനെ നോക്കിയതിന് ശേഷം മാത്രമാണ് ഇത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ സമയത്തുണ്ടല്ലോ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അപ്പച്ചട്ടി വെക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ ഒന്ന് എണ്ണ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതാ കണ്ടില്ലേ, 15 മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആ മാവ് ഈ ഒരു രൂപത്തിലായി കിട്ടും. അതായത് കണ്ടില്ലേ, ഈ സോപ്പ് പത പോലെ പതിഞ്ഞ് വരുന്നു എന്ന് പറയുന്ന ആ ഒരു പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരുപാട് ഇളക്കരുത്. അതിൻ്റെ മേലും തന്നെ മാവെടുക്കുക, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് ചുറ്റിച്ച് റെഡിയാക്കി അടച്ചു വയ്ക്കുക. തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം ചെറിയ തീ തന്നെ ഇത് വേവിച്ചെടുക്കുക. അപ്പോഴേ അതിൻ്റെ പാകത്തിന് ആ ഒരു മിഡിലൊക്കെ നന്നായിട്ട് വെന്ത് നല്ലപോലെ പഞ്ഞി പോലെ എന്നൊക്കെ പറയില്ലേ, അതന്നെ ആ പഞ്ഞി പോലെ എന്ന് പറയുന്ന ആ മാവ് ഇതായിരുന്നു. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ചോറും അരിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ, കുറച്ച് ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും.
രാവിലെ ഉപ്പും ചേർത്ത് കൊടുത്തു. അപ്പോൾ നോക്കിയേ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നല്ല പഞ്ഞി പോലത്തെ, അതായത് നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നത്. ഈ അപ്പം കുറച്ച് നേരം കഴിഞ്ഞാലും മരം പോലൊന്നും ആവില്ല. ചിലപ്പോൾ നോക്കേ അപ്പം തയ്യാറാക്കി കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ അതിൻ്റെ അരികൊക്കെ നല്ല ഹാർഡായി വരില്ലേ? അങ്ങനെയൊന്നും ആയി വരില്ല. ഇനി ഹാർഡായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നേരം കൂടുതൽ ഈ അപ്പച്ചട്ടി തന്നെ വെച്ചാൽ മതി. അപ്പോൾ അരിക്കൊക്കെ കണ്ടില്ലേ ഇതുപോലെ മൊരിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അല്ലാതെ നമ്മൾ സോഫ്റ്റായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റായിട്ട് തന്നെ എത്ര സമയം വേണമെങ്കിലും, ഇതിനിപ്പോൾ രാത്രി എടുത്താലും ഇതിങ്ങനെ തന്നെ ഇരിക്കും, ഒരു മാറ്റവും വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തേങ്ങ വേണ്ട, ഇളനീര് വേണ്ട, ഇനി തേങ്ങ വെള്ളം വേണ്ട, വേറൊന്നും ചേർക്കണ്ട. അപ്പോൾ എല്ലാവരും പോയിട്ട് അപ്പത്തിൻ്റെ ആ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ നല്ലതാണ്. ഏത് കറിയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല പഞ്ഞ് പോലത്തെ അപ്പമല്ലേ.